സ്വാഗതം. ടൊറാട്ടൊറാക്കൽ ബൈ ഇന്ദിര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നോക്കാൻ പോണത് പ്രോബ്ലം, ആറ്റിറ്റ്യൂഡ് ആൻഡ് ദ ഫ്യൂച്ചർ, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് കാർഡ് പ്രോബ്ലമായിട്ട് വന്നത് സൺ കാർഡാണ്, യൂണിവേഴ്സൽ കാർഡാണ്. അപ്പോൾ സണ്ണ് സൂചിപ്പിക്കുന്നത് ആരോഗ്യമാണ്. സൺ പൊതുവേ നല്ല കാർഡാണ്. ആരോഗ്യത്തിൻ്റെയും സക്സസിൻ്റെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും ഒക്കെ കാർഡാണ്. എങ്കിലും ഇവിടെ ഇപ്പം നമുക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചൊരു വിഷമഘട്ടത്തിലാണ് പോണത്. എങ്കിലും പിന്നീട് കാര്യങ്ങൾ ബെറ്റർ ആവും. അപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നമുള്ള ആളാണെങ്കിലും കുറച്ച് കാലം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ബെറ്റർ ആവും. സക്സസിൻ്റെയൊക്കെ കാർഡാണല്ലോ. രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് 3 ഓഫ് പെൻറ്റക്കിളാണ്. ഇതൊരു സക്സസ്ഫുൾ ടീം വർക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികം കുറച്ച് ഇത്ര നന്നാവാൻ സാധ്യതയില്ല. സാമ്പത്തികം കുറവാണ്. അപ്പോൾ 2 പ്രോബ്ലമാണ് ഇവിടെ കാണുന്നത്. ആരോഗ്യ പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഈ സാമ്പത്തികത്തിലാണ് നിൽക്കുന്നത്. ആരോഗ്യ പ്രശ്നമുണ്ട്, അതിനിടയിൽ പഠിക്കുകയാണല്ലോ. അപ്പോൾ സാമ്പത്തികം കുറച്ച് പ്രശ്നമാണ്. പക്ഷേ സക്സസിൻ്റെ കാർഡാണ് സണ്ണ്. അപ്പോൾ പേടിക്കല്ല, വിജയിക്കും. പക്ഷേ ഒറ്റയ്ക്ക് പൊരുതി നേടണം. കാരണം മൂന്നാമത്തെ കാർഡ് ഹെർമിറ്റാണ്. അത് യൂണിവേഴ്സൽ കാർഡ് തന്നെയാണ്. സ്പിരിച്വൽ ജേണിയാണ്. ഒരു സ്പിരിച്വലായിട്ടുള്ള വ്യക്തി ആയിരിക്കാം. അപ്പോൾ ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഏകാന്തതയാണ് കാണിക്കുന്നത്. ഇയാൾ പിന്നെ തീർത്ഥാടനം, ഏകാന്തത, ഒരു സത്യാന്വേഷി എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് പൊരുതി നേടി വിജയിക്കും. കാരണം സൺ കാർഡാണ്. സണ്ണ് സക്സസിൻ്റെ കാർഡാണ്. അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് വിഷമഘട്ടത്തിലാണ് പോണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും. പക്ഷേ ഒറ്റയ്ക്ക് പൊരുതി നേടണം. ഇതാണ് ഇതിലത്തെ മെസ്സേജ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.